MTയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് പോവുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ചയായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യസ്ഥിതിയിൽ നേരിയൊരു പുരോഗതി എന്ന ഒരു ശുഭകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. MTയുടെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ഷഹീദ് വിവരങ്ങളുമായി നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ഷഹീദ്, നമ്മൾ ആദ്യ ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ ഒരു പ്രതീക്ഷ വരുന്ന ഒരു വാർത്ത ആദ്യമായി വരികയാണ്. എന്താണ് ഡോക്ടർമാർ പറഞ്ഞത്? ദിവിഷയെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരിയ ആശ്വാസത്തിന് വക നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ കോഴിക്കോട്ട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നും MTയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് പുറത്തു വരുന്നത്. അതായത് മെഡിക്കൽ ബുള്ളറ്റിനല്ല, അനൗദ്യോഗികമായി അവിടെ നിന്നും ആശുപത്രി അധികൃതരിൽ നിന്നും ഡോക്ടർമാരിൽ കിട്ടുന്ന വിവരം അദ്ദേഹം ഇപ്പോൾ നേരിയ തോതിൽ മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം മരുന്നുകളോട് തീരെ പ്രതികരിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഇങ്ങനെ ഗുരുതരമാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്. പക്ഷേ അതിന് ചെറിയ ആശ്വാസം നൽകുന്നതാണ് മരുന്നുകളോട് നേരിയ തോതിൽ പ്രതികരിക്കുന്നു എന്നാണ് അവിടെ നിന്നും ആശുപത്രി അധികൃതർ നൽകിയിരിക്കുന്ന നമുക്ക് ഒരു പ്രസ്താവന രൂപമല്ല, ഔദ്യോഗിക പ്രസ്താവന രൂപമല്ല. വൈകാതെ ഒരു 11 മണിയോടുകൂടി മെഡിക്കൽ ബുള്ളറ്റിൻ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ വിശദമായ വിവരങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നേരിയ തോതിൽ പ്രതികരിക്കുന്നത് MTയുടെ ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് അറിയേണ്ടതുണ്ട്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഡോക്ടർമാർ അറിയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥിതി സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ തന്നെ, അതായത് ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് എന്നുകൂടി ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും മരുന്നുകളോട് പ്രതികരിച്ച് തുടങ്ങുന്നു എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ്, പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ആശുപത്രി പരിസരത്ത് തന്നെ നമ്മൾ തുടരുകയാണ്. വൈകാതെ തന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ വരുമ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയുള്ള വിവരം നമുക്ക് പങ്കുവെക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിവിഷ്. ശരി, ഷഹീദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. MTയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് എന്ന മെഡിക്കൽ ബുള്ളറ്റിനായിട്ടല്ല, അനൗദ്യോഗികമായി അവർ അറിയിക്കുന്ന ഒരു വിവരമാണ്. അതായത് മരുന്നുകളോട് ചെറിയ തോതിൽ പ്രതികരിക്കുന്നു എന്നൊരു വിവരം ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും പ്രതീക്ഷയോടെ ലോകമെങ്ങുമുള്ള മലയാളികൾ കാത്തിരിക്കുകയാണ്. നമ്മളെ ഇത്രയധികം വിസ്മയിപ്പിച്ച ഒരു എഴുത്തുകാരനുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വരണേ എന്നാണ് അക്ഷരങ്ങളെ ഇഷ്ടപ്പെടുന്ന, എഴുത്തിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനോട് ഒരു അനുകൂലമായ ഒരു പ്രതികരണം അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നു എന്നാണ് ഒരുപക്ഷെ ഈ മരുന്നുകളുള്ള പ്രതികരണമായി നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ അതാണ് ഷഹീദ് നമ്മളോട് പങ്കുവച്ച വിവരം.